ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബോയയുടെ മൈക്ക് ഇതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഴയ മൈക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ അത് വർക്കിംഗ് അല്ല, അത് കംപ്ലൈൻ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ കരുതിയ ബോയയുടെ തന്നെ ആ ഒരു മൈക്ക് വാങ്ങിച്ച് റിവ്യൂ ചെയ്യാമെന്ന്. കാരണം അത്യാവശ്യം എൻ്റേതായ ലെവലിൽ ആ ഒരു വീഡിയോയ്ക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആ ഒരു ബോയയുടെ വീഡിയോ ചെയ്തപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിൽ ആ ഒരു മൈക്ക് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും അതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ഒരിക്കലും ഇതിനെ പൊക്കി അടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സാധനമാണെന്നോ പ്രൊമോഷനോ അങ്ങനെയൊന്നുമില്ല. എന്താണോ ഇതിനുള്ളിലുള്ള സാധനം, ക്വാളിറ്റി എങ്ങനെയാണോ അതൊക്കെ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. നമുക്ക് ബാക്ക് ഭാഗം വെച്ച് തുറക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഫ്രണ്ടിലുള്ള എഴുത്ത് കാര്യങ്ങളൊക്കെ പോയി റിട്ടേൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്കറിയുന്നുണ്ട്. എന്തായാലും എത്തിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്ക് ആയിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം 565 അങ്ങനെ എന്തോ ആണ്. അതൊരു അൺബോക്സിങ് ഒന്നും അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സാധനം ഇതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ബോയയുടെ മൈക്കാണ്. ബോയ ബൈ M1 എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. അതിൽ ഇത് തന്നെ വെച്ച് നമുക്ക് നഖം വെട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. സംഭവം ഇതെങ്ങനെ നോക്കട്ടെ. പെട്ടെന്ന് നമ്മളൊരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനമാണ്. കുറഞ്ഞതാണെന്ന് വിചാരിച്ച് ഞാൻ കൊള്ളൂല എന്നൊക്കെ വിചാരിച്ചതാണ്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇതിനുള്ളിലാണ് സാധനം വരണത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഉണ്ടോ? ബോയ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. ഭയങ്കര നീളമുണ്ട് വയറിന്. പിന്നെ ഏതാ വേറെന്തോ ഉണ്ടോ? വേറെ എന്തൊക്കെയുണ്ട് നോക്കാം. എന്തോ വേറെ ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനിയൊന്നുമില്ല. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനുള്ളിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മൈക്കും പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. ഓക്കെ, ക്യാമറയിലും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലുമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റണത്. അല്ലാതെ ആംപ്ലിഫയറിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിനെന്തെങ്കിലും വേറെ എന്തോ കൺവേർട്ടർ എന്തോ മറ്റോ ഉണ്ട്. അത് ഇതിൽ കണക്ട് ചെയ്തിട്ട് ആംപ്ലിഫയറിലും കൊടുക്കാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ സംഭവം ഒരു മൾട്ടിപർപ്പസ് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. ഫോണിലും ക്യാമറയിലും മാത്രമല്ല ആംപ്ലിഫയറിലും ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ സാധനം മറ്റേ ഇതാ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കണ്ടോ. ഇതിനുള്ളിൽ കണക്ട് ചെയ്തിട്ട് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇത് ആംപ്ലിഫയറിലും ഉപയോഗിക്കാൻ കഴിയും. മൈക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ സ്മാർട്ട് ഫോണിലും നമുക്ക് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണക്ട് ചെയ്തിട്ട്. എങ്കിലേ ഇതിന് നമുക്ക് നല്ലതുപോലെ പറയാൻ പറ്റൂ. നമ്മൾ കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിക്കുന്നില്ല എനിക്ക്. അത്യാവശ്യം നല്ലതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിക്കുന്നത്. ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിൽറ്റർ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇടാനുള്ള ഫിൽറ്റർ. പിന്നെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാനുള്ള സംഭവം ഉണ്ടാകും. നമ്മളിതുപോലെ കോളറിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതല്ലാതെല്ലാം ഉണ്ട്. പിന്നെ ഇത് ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ നമുക്കിത് വലിയ യൂസൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ചെറിയ ബാഗും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലോ അങ്ങനെ എന്തോ സംഭവം കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡൊന്നുമല്ല. സംഭവം ഇതിൻ്റെ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും ഇത് തന്നെ നോക്കിയിട്ട് നമുക്കിതിലുള്ള ബാറ്ററി ഇടാനുണ്ട്. അതിട്ട് നമുക്ക് നോക്കി നോക്കാം. ബാറ്ററി എങ്ങനെയാണ് ഇടേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ബാറ്ററി പുറത്തോട്ട് എടുത്തിട്ട് ഈ ഒരു സംഭവം തുറക്കാൻ പറ്റും. തുറന്നതിന് ശേഷം ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നെഗറ്റീവ് പോസിറ്റീവ് നോക്കണം. പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് അവിടെ. ഓക്കെ, അത് നോക്കി ഇടണം കേട്ടോ. ചിലപ്പോൾ തിരിഞ്ഞു പോയാൽ മൈക്ക് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് തുറക്കുക, ആ ഒരു ബാറ്ററി സംഭവം പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സംഭവം
വെക്കേണ്ടി വരും കേട്ടോ. അത് ഞാൻ പറഞ്ഞേക്കാം. അത് സംഭവം നമ്മൾ കോളറിൽ വെക്കുന്ന സാധനമാണ്. അതായത് ഇതുപോലെ ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഫിൽറ്റർ നോക്കട്ടെ, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ ഇതാ ഇതിന് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ ഫിൽറ്ററാണ് കേട്ടോ. എൻ്റെ പഴയത് കിടപ്പുണ്ട്. ആ പഴയത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിൽ ഫിറ്റ് ആകുന്നില്ല, നോക്കട്ടെ. സംഭവം കുഴപ്പമില്ല, ഫിറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്വാളിറ്റിയാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റിയും കൂടി ഒന്ന് നോക്കി നോക്കേണ്ടതുണ്ട്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്. ഇനി നമുക്കിത് സ്മാർട്ട് ഫോൺ എന്ന ആ ഒരു ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു വയറാണ് വരുന്നത്. നമുക്ക് ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പുറത്തൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാകും. പക്ഷേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിപ്പം അത്യാവശ്യം ക്വാളിറ്റി വരുന്നതാണെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമല്ല, നല്ലൊരു മൈക്കാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മൈക്കിൽ കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മൈക്കൊന്നും ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുണ്ട് ഈ ഒരു ബോയുടെ മൈക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമുക്കിപ്പോൾ സ്മാർട്ട് ഫോണിൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ക്യാമറ സംഭവം മൈക്ക് ഓഫായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിൽ തന്നെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശബ്ദം അവിടെ വെച്ച് കട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്മാർട്ട് ഫോൺ ക്യാമറ എന്ന രണ്ടൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, അത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ റൂമിൻ്റെ അകത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പുറത്ത് നിന്നും കൂടി ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം എൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ക അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വയർ നല്ല നീട്ടമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രൈപോഡൊക്കെ വളരെ ദൂരത്ത് വെച്ചാലും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വയർ തന്നെയാണ് വീണ്ടും എനിക്ക് പറയേണ്ടതുള്ളത്. പുറത്തോട്ടൊന്നും കൊണ്ടുപോയി നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പുറത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്ത് ഔട്ട്ഡോറൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ ഇത്രയും വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു വയറായതുകൊണ്ട് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല, എന്നെ പോലെയുള്ളവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ലെങ്ത്തുള്ള വയർ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല ഒരു വ്ളോഗറിനെ സംബന്ധിച്ച്. എന്നാലും വലിയ പ്രശ്നമില്ല. സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന് ഞാൻ കൊണ്ടുവന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇതിൻ്റെ ജാക്കിൽ കണക്ട് ചെയ്തിട്ട് അധികം കണക്റ്റ് ആയില്ല. പിന്നീട് അവസാനം ഫോണിൻ്റെ കവർ ഊരി മാറ്റിയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, നല്ലോണം കണക്റ്റ് ആവുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ കവർ മാറ്റിയിട്ട് ഫോണിൻ്റെ പൗച്ചുണ്ടല്ലോ മാറ്റിയിട്ട് കണക്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓൾവേസ് ഓക്കെ. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഇതുപോലെ കോളറിൽ കണക്ട് ചെയ്യാനുള്ള സംഭവം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തും കൂടി പോയി എൻ്റെ വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റിയും കൂടി നോക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഒരുപാട് അങ്ങ് പൊക്കിയടിക്കാനൊന്നും പറ്റൂല. അത്യാവശ്യം ഞാൻ പറയുന്നു ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന മൈക്ക് തന്നെയാണ് ബോയുടെ ഈ ഒരു മൈക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മൈക്ക് തന്നെ ഓർഡർ ചെയ്യാൻ കാരണം. മറ്റേ പഴയ മൈക്ക് തന്നെ അതുപോലെ തന്നെ വീണ്ടും വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു വില കണ്ടിട്ട്. പിന്നെ വിചാരിച്ചു വില കണ്ടാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതല്ലേ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും പുറത്തുനിന്നും വീഡിയോ എടുക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ റൂമിൽ നിന്നും വീഡിയോ എടുക്കുമായിരിക്കും. അപ്പോൾ രണ്ട് സ്ഥലത്തുള്ള ക്വാളിറ്റി കാണിക്കാനാണ് ഞാൻ അങ്ങനെ റൂമിലും പുറത്തുമായിട്ട് വീഡിയോ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളുമായി വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.